പൈസക്ക് വിലയില്ല, ഈ ചന്തത്തിന് വിലയില്ല, ഈ തടിക്ക് വിലയില്ല. ഈ റൂഹ് നിന്റെ തടിയിൽ വെക്കുമ്പോ സുബ്ഹാനല്ലാഹ് 4 കാര്യം അല്ലാഹു നിശ്ചയിപ്പിക്കറേ. ഈ റൂഹ് നിന്റെ തടിയിൽ അള്ളാഹു വെക്കുമ്പോ 4 കാര്യം അള്ളാഹു അവിടെ എന്താക്കിട് കണക്കാക്കിട്. അതിൽ ഒന്നാമത്തത് നിന്റെ ഈ തടിയിൽ ഈ റൂഹ് എത്ര ടൈം നിൽക്കണു വെച്ചത് അള്ളാഹു അവിടെ കണക്കാക്കിട്. ഈ തടിയിൽ ഈ റൂഹ് എത്ര ടൈം നിൽക്കണു വെച്ചത് അള്ളാഹു അപ്പമേ കണക്കാക്കി. സുബ്ഹാനല്ലാഹ്, ഞങ്ങളെ കയ്യിൽ മൊബൈലില്ലേ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ബാലക്കാരാ, ഉമ്മ, ഞങ്ങളെ കയ്യിൽ മൊബൈലുണ്ടോ? ഈ മൊബൈൽ നാളെ കൊണ്ടുപോയിട്ട് സുബ്ഹാനല്ലാഹ് ഒരു അങ്ങാടിൽ പോയിട്ട് ഞങ്ങൾ റീചാർജ് ആക്കടാ. റീചാർജ് ആക്കുമ്പോ കമ്പനി ഞങ്ങൾക്ക് തണ്ടേ 24 നാള് അല്ലെങ്കിൽ 28 നാള് ടൈം തണ്ടേ. ആ 24 നാള് കഴിയുമ്പോഴത്തേക്കോ 28 നാള് കഴിയുമ്പോഴത്തേക്ക് സുബ്ഹാനല്ലാഹ് ആ റീചാർജ് തന്നാളെ തീർന്നു പോണ്ടോ. നീ ചിലപ്പോ റീചാർജ് ആക്കിയത് മറന്നിട്ടുണ്ടെങ്കോ കമ്പനി മറക്കില്ല, കമ്പനിക്ക് അത് നെനപ്പുണ്ടു. സുബ്ഹാനല്ലാഹ്, നീ ആ മൊബൈൽ റീചാർജ് ആക്കിയിട്ട് നീ യൂസ് ആക്കിയിട്ടില്ലെങ്കിലും സുബ്ഹാനല്ലാഹ് 24 നാള് കഴിയുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ 28 നാള് കഴിയുമ്പോഴത്തേക്കോ അത്ര റീചാർജ് തീർന്ന് പിന്നെ നീ അവിടെ കരഞ്ഞിട്ട് നീ പുൽപ്പെട്ടിട്ട് കാര്യമില്ല, ഞാൻ യൂസ് ആക്കിയിട്ടില്ല, നക്ക് റീചാർജ് ആക്കിയത് മറന്നുപോയിട്ട് ചെന്നെങ്കിൽ കമ്പനി കേൾക്കില്ല. അതേപോലെ നിന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ ബാബ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഈ റൂഹ് തന്നിട്ട് ഇത്ര നാൾ നിന്റെ തടിയിൽ നിൽക്കണോട്ട് അല്ലാഹു നിശ്ചയാക്കിടേ. ഈ തടിയിൽ ഈ റൂഹ് ഇരിക്കുമ്പോ കളിച്ചിട്ട് തുള്ളിയിട്ട് അല്ലാഹുവേ ക്രിക്കറ്റ് കളിച്ചിട്ട് കബഡി കളിച്ചിട്ട് ഫുട്ബോൾ കളിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കയറിയിട്ട് ചാറ്റിങ്ങും ചീറ്റിങ്ങും ആക്കിയിട്ട് ലവാക്കിയിട്ട് പെണ്ണ് പിടിച്ചിട്ട് കള്ള് പിടിച്ചിട്ട് കത്തുമുത്താക്കിയിട്ട് ഈ ആയുസ് തീർത്തിട്ട് നാളെ നിന്റെ അവധി എത്തുമ്പോ അല്ലാഹുവേ നക്ക് മറന്നുപോയൊരു അല്ലാ, ഞാൻ ഇത്ര വേഗം മരിക്കുവേണ്ടി വിചാരിച്ചിട്ടില്ല അല്ലാ. അല്ലാഹുവേ അതുകൊണ്ട് തെല്ല് ടൈം താ അല്ലാ, നക്ക് നിസ്കരിക്കുക തെല്ല് ടൈം താ അല്ലാ, നോമ്പ് നോക്കുക നക്ക് ടൈം താ അല്ലാ. അല്ലാഹുവേ പള്ളിയുടെ മുനാരങ്ങളിൽ നിന്ന് ഹയ്യാലൽ സ്വലാഹ് ഹയ്യാലൽ ഫലാഹ് എന്ന് ബാങ്ക് വിളിക്കുമ്പോ നിനക്ക് പോവുക ടൈം കിട്ടിയിട്ടില്ല അല്ലാ. പള്ളിയിൽ വെച്ചുകൊണ്ട് സലാത്ത് നടക്കുമ്പോ ആ സലാത്തിന് പോകണക്ക് ടൈം കിട്ടിയില്ല അല്ലാ. അതുകൊണ്ട് ഒരു തെല്ല് ടൈം താ അല്ലാ, നാ പള്ളിക്ക് പോണ്ട അല്ലാ, ഞാൻ നിസ്കരിക്കടാണ്ട് ചെന്നിട്ട് നീ ബുൽബുടുമ്പോ അല്ല ചെല്ലെ എന്തുണ്ടാ കല്ലാ ഇന്നഹാ കലീമാ. അല്ല ചെല്ലെ ബുൽബുടണ്ട, ബുൽബുടെ ടൈമല്ല കഴിഞ്ഞു പോയിട്ട് വേണ്ട എത്ര ടൈം നാ നിക്ക് തന്നരേ. നീ എന്തൊക്കെ വേണായിട്ടല്ല നീ ബുൽബിട്ടേ, നിക്ക് എത്ര ടൈം നാ തന്നരേ. പക്ഷേ എനിക്ക് അന്നെന്തും നിക്ക് നന്റെ നെനപ്പായിട്ടില്ല. ഇപ്പൊ നീ ബുൽബുടണോണ്ടില്ല. മഹാനായിരിക്കുന്ന ഇബ്നു നബാത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ യുർഹമൂന ഇംബകൗ. നീ എന്റെ കരഞ്ഞെങ്കെ, നീ എന്റെ ബുൽബുട്ടെങ്കെ നിന്റെ കൃപ കാട്ട വിഷയമേ ഇല്ല. നിന്റെ ആ ടൈം എത്തുമ്പോ മൊബൈലിന്റെ റീചാർജ് തീരുമ്പോൾ നിന്റെ റൂഹ് നിന്റെ തല തൊട്ടിട്ട് വിട്ടുകൊണ്ടുണ്ട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലുണ്ട്. അപ്പോൾ ഞങ്ങളെ ഈ തടിയിൽ ഈ റൂഹ് എത്ര ടൈം നിൽക്കണോ അള്ളാഹു കണക്കാക്കിയിട്ട് ആ കണക്കാക്കിയ ടൈം അതിൽ ടൈം ആകുമ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിൽ പോകണം. ആരായെങ്കിലും ശരി, അത് ഞാൻ ഔത്തുകത്തി